നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ സാദിഖലിയുടെ ഈറനോർമയിൽ തിരൂർ സാംസ്കാരിക വേദി ഒത്തുകൂടി. ദേവതീരം ക്ഷേമ പെൻഷൻ പദ്ധതികൾക്ക് തുടക്കമായി. ITIകളിൽ പാരമ്പര്യ കോഴ്സുകൾക്കും പ്രാധാന്യം നൽകും മന്ത്രി കെ രാധാകൃഷ്ണൻ. ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ വിളവെടുപ്പ് സംഘടിപ്പിച്ചു. താന്നാളൂർ പഞ്ചായത്ത് വനിതാ സാംസ്കാരികോത്സവം. CH സെന്റർ വെട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ കിഡ്നി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പ്രമുഖ എഴുത്തുകാരനും മുതിർന്ന മാധ്യമപ്രവർത്തകനും ഗ്രന്ഥകാരനുമായിരുന്ന ഈ സാദിഖലിയുടെ ഓർമ്മകൾ പങ്കുവച്ച് തിരൂർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരൂരിൽ സാദിഖലിയുടെ സുഹൃത്തുക്കളും ഉറ്റവരും മകൻ ഉൾപ്പെടെ കുടുംബങ്ങളിലെ പ്രധാനികളും ഒത്തുകൂടി. സദസ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. തിരൂർ സാംസ്കാരിക വേദി പ്രസിഡന്റ് MA റഫീഖ് അധ്യക്ഷത വഹിച്ചു. താഴെപ്പാലം മസ്ജിദിന് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഈ സാദിഖലിയുടെ സ്നേഹവലയത്തിൽ സായുജ്യം അനുഭവിച്ചവരുടെ ഹൃദയവേദന പങ്കുവയ്ക്കുന്ന വേദിയായി മാറി. തിരൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സാദിഖലിയുമായി ബന്ധമുള്ള പ്രഗത്ഭരായ നിരവധി പേർ അനുസ്മരണ പരിപാടിക്ക് എത്തിച്ചേർന്നു. വിതുമ്പലോടെയാണ് എല്ലാവരും സംസാരിച്ചത്. ഈ സാദിഖലി തിരൂർ നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ട്രഷററായിരുന്ന കമ്മിറ്റിയിൽ പ്രസിഡന്റായിരുന്ന AK അലിക്കുട്ടി ഉൾപ്പെടെ പലരുടെയും വാക്കുകൾ മുഴുമിപ്പിക്കാനാവാതെ മുറിഞ്ഞു. സാദിഖലിയുടെ മകൻ വിദ്യാർത്ഥി കൂടിയായ ഫത്തഹ് അലി ടിപ്പുവിന്റെ വാക്കുകൾ സദസ് കണ്ണീരോടെയാണ് കേട്ടു തീർത്തത്. PA റഷീദ്, KPO റഹ്മത്തുള്ള, VKM ഷാഫി, KK അബ്ദുസലാം മാസ്റ്റർ, AK അലിക്കുട്ടി, TE ഫിറോസ്, PP അബ്ദുള്ള, പാറയിൽ ഫസലു, മുനീർ കുറുമ്പടി, ഹംസ നടുവിലങ്ങാടി, KM ഹനീഫ, PK ഗമറുദ്ദീൻ, EK മുസ്തസിം, EK മുഹത്തസിം ബില്ല, KM നൌഫൽ, നൌഷാദ് അന്നാര, PA റസാഖ് എന്നിവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. താനൂർ ദേവദാർ സ്കൂളിൽ 1976 മുതൽ 79 വരെ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് ദേവദാർ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന ദേവതീരം. ഈ കൂട്ടായ്മയുടെ കീഴിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി കൂട്ടായ്മയിലെ അംഗങ്ങൾ ചേർന്നാണ് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നത്. കൂട്ടായ്മയിലെ നിർധനരായവരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരുണ്യതീരം എന്ന പേരിട്ട പരിപാടിയുടെ ഉദ്ഘാടനം കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. CKM ബാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പദ്ധതിയുടെ വിശദീകരണം നാദിർ ഷാ കടായിക്കൽ നിർവഹിച്ചു. അപേക്ഷ വിതരണ ഉദ്ഘാടനം താനൂർ നഗരസഭാ ചെയർമാൻ PP ഷംസുദ്ദീൻ നിർവഹിച്ചു. താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ, നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പത്തമ്പാട്, E ജയൻ, VPO മുഹമ്മദ് അസ്കർ, N മുജീബ് ഹാജി എന്നിവർ സംസാരിച്ചു. C പ്രഭാകരൻ സ്വാഗതവും ഡോക്ടർ സ്വരൂപ റാണി നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് താനൂർ. ITIകളിൽ ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തി ആധുനിക കോഴ്സുകൾക്കൊപ്പം പാരമ്പര്യ കോഴ്സുകൾക്കും പ്രാധാന്യം നൽകുമെന്ന് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി K രാധാകൃഷ്ണൻ. പഠനത്തോടൊപ്പം തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ITIകളിലെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പൊന്നാനി ITIയുടെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആനുകൂല്യങ്ങൾ
നേട്ടങ്ങൾക്ക് കാത്തു നിൽക്കാതെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി ഓരോ മനുഷ്യനെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വേണ്ടത്ര ആയിട്ടില്ല എന്നുള്ള കുറവ് കണ്ടുകൊണ്ടാണ് അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള അതിവേഗത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ രംഗത്തേക്കും ഈ പാവപ്പെട്ട കുട്ടികൾക്ക് വളർന്നു വരാനുള്ള അവസരം ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് പുതിയ അറിവുകൾ കൊടുത്തുകൊണ്ട് അവരെ കൂടി സമൂഹത്തിൽ മുന്നിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ആനുകൂല്യങ്ങൾ മാത്രം കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയുമോ? വെറുതെ ഇങ്ങനെ ആനുകൂല്യം കൊടുത്ത് രക്ഷപ്പെടുമോ? 2.19 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൊന്നാനി ITIയുടെ കെട്ടിടത്തിനോടൊപ്പം 3.10 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കണ്ണൂർ മാടായി ITIയുടെ കെട്ടിടോദ്ഘാടനവും ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. ശിലാഫലക അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു. ഇഴുവത്തിരുത്തി ITIയിൽ നടന്ന ചടങ്ങിൽ പി നന്ദകുമാർ MLA അധ്യക്ഷനായി. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, പൊന്നാനി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ അജീന ജബ്ബാർ, OO ഷംസു, രജീഷ് ഔപ്പാല, ടി മുഹമ്മദ് ബഷീർ, നഗരസഭാ പ്രതിനിധികൾ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മണികണ്ഠൻ, പൊന്നാനി നഗരസഭാ പട്ടിക വികസന ഓഫീസർ റിയാസ്, ITI പ്രിൻസിപ്പൽ A പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെട്ടം. മൂലയ്ക്കൽ ദയാപുരത്തെ മത്സ്യകർഷകനായ പള്ളിക്കലകത്ത് സക്കീറിന്റെ ഉടമസ്ഥതയിലുള്ള കുളത്തിലാണ് മത്സ്യവിളവെടുപ്പ് സംഘടിപ്പിച്ചത്. ജനകീയ മത്സ്യകൃഷിയുടെ ഭാഗമായി ഫിഷറീസ് വകുപ്പിന്റെയും താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത സഹായത്തോടെയാണ് മീൻകുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരുന്നത്. ആസാം വാള, തിലാപ്പിയ, രോഹു, കട്ല തുടങ്ങിയ ഇനം മത്സ്യങ്ങളെയാണ് വിളവെടുപ്പ് നടത്തിയത്. താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ഷബ്ന ആഷിഖ് ആദ്യ വിൽപ്പന നടത്തി. ഫിഷറീസ് അക്വാകൾച്ചർ പ്രൊമോട്ടർ OP സുരബില സന്നിധയായി. നാട്ടുകാരായ രായൻകുട്ടി, മുസ്തഫ, ആഷിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, താനൂർ. താനാളൂർ ഗ്രാമപഞ്ചായത്ത് ജെൻഡർ സൗഹൃദ പഞ്ചായത്ത് എന്ന നിലയിൽ സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പഞ്ചായത്താണ്. ആയോധന കലകളുടെ പരിശീലനം, ഷീ ഗാലറി, കുടുംബ കൗൺസിലിംഗ്, ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾ, സ്ത്രീ ശാക്തീകരണ പരിപാടികൾ, വനിതാ തൊഴിൽ സംരംഭങ്ങൾക്ക് സഹായം തുടങ്ങിയവ ഈ വർഷവും നടത്തിയ പ്രവർത്തനങ്ങളാണ്. ഈ സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളുടെ സമാപനമായാണ് വനിതാ സാംസ്കാരികോത്സവം സംഘടിപ്പിക്കുന്നത്. 500-ലേറെ വനിതകൾ വിവിധ പ്രവർത്തനങ്ങളിലായി സാംസ്കാരികോത്സവത്തിൽ പങ്കാളികളാകും. തൈക്കൊണ്ട, കളരി, കരാട്ടെ പ്രദർശനങ്ങൾ, സ്ത്രീകൾ തയ്യാറാക്കിയ കൗതുക വസ്തുക്കൾ, പ്രസിദ്ധീകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, ചിത്രങ്ങൾ എന്നിവയുടെ പ്രദർശനം തുടങ്ങിയവ സാംസ്കാരികോത്സവത്തിൽ നടക്കും. ജെൻഡർ സൗഹൃദ താനാളൂർ എന്ന നിലയ്ക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്ത്രീകളുടെ മേഖലയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുവരികയാണ് താനാളൂർ പഞ്ചായത്ത്. അതിൻ്റെ ഭാഗമായി തന്നെ വ്യത്യസ്ത കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരവസരം എന്ന നിലയിൽ ഞങ്ങൾ 5-ാം തീയതി ചൊവ്വാഴ്ച വനിതാ സാംസ്കാരികോത്സവം നടത്തുകയാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള, അതായത് സൃഷ്ടിപരമായിട്ടുള്ള കഴിവുകൾ, രംഗത്തുള്ള കഴിവുകൾ, ഇതെല്ലാം വളർത്തിക്കൊണ്ടുവരുന്നതിനുള്ള അവസരം താരതമ്യേന സ്ത്രീകൾക്ക് കുറവാണ്. എന്നാൽ ധാരാളം കഴിവുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 9 മണി വരെ, രാത്രി 9-9:30 വരെ നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സംരംഭകരായിട്ടുള്ള പ്രവർത്തകർക്ക് സർട്ടിഫിക്കറ്റ് നൽകി ആദരിക്കുക, സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അറിയപ്പെടുന്ന ആളുകളെ അംഗീകരിക്കുക, അതോടൊപ്പം സാധാരണ സ്ത്രീകൾ ഏറ്റെടുക്കാത്ത നിരവധിയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ ഒന്നിച്ചുള്ള ഒരു സംഗമം എന്നുള്ള നിലയ്ക്കാണ് വനിതാ സാംസ്കാരികോത്സവത്തിനെ പഞ്ചായത്ത് കരുതിയിട്ടുള്ളത്. ഇടയ്ക്കധ്വനി 5 സ്ത്രീകളുടെ ഇടയ്ക്ക വായനയോട് കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. സാധാരണ ക്ഷേത്രകലാരംഗത്ത് ക്ഷേത്രകലയോടൊപ്പം പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്യുന്ന ഇടയ്ക്കവാദ്യം 5 സ്ത്രീകൾ ചേർന്ന് അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വൈവിധ്യമാർന്ന 30-ലേറെ കലാപരിപാടികൾ വേദിയിൽ അരങ്ങേറും. മാർച്ച് 5-ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പവിത്രനാഥം വനിതാ കൂട്ടായ്മയുടെ ഇടയ്ക്കവാദനത്തോടെ പരിപാടി ആരംഭിക്കും. 7 മണിക്ക് അറിവ്, സുരക്ഷ, കരുത്ത് സാംസ്കാരിക സംഗമത്തിൽ മലയാള സർവകലാശാല ഭാഷാ ശാസ്ത്ര സ്കൂൾ ഡയറക്ടർ ഡോക്ടർ K. സ്മിത മുഖ്യപ്രഭാഷണം നടത്തും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വനിതകളെ വേദിയിൽ ആദരിക്കും. രാത്രി 10 മണിയോടെ പരിപാടികൾ സമാപിക്കും. വെട്ടം ന്യൂസ്, താനാളൂർ. വെട്ടം CH സെന്ററിന്റെ 8-ാം വാർഷികത്തോടനുബന്ധിച്ച്
CH സെന്റർ വെട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സൗജന്യ കിഡ്നി പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. വളപ്പിൽ ബാവുട്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുറുക്കോളി മൈദീൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അടുത്ത് ന്യൂയോർക്ക് സർവകലാശാലയിൽ നിന്നാണ് തോന്നുന്ന വാർത്ത ഞാൻ വായിച്ചത്. മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ തുപ്പ് നീര്, ഉമനീര്, രക്തം, ചലം, എല്ല്, മാംസഭാഗങ്ങൾ, മുടി, പല്ല്, നഖം ഇതൊക്കെ എടുത്ത് നടത്തിയ ഒരു പരീക്ഷണത്തിലൊക്കെ മണ്ണിന്റെ ബന്ധമുണ്ട്. മാർച്ച് 3 ഞായറാഴ്ച വെട്ടം CH സെന്റർ 8ാം വാർഷികത്തിന്റെ ഭാഗമായി സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ച ചടങ്ങിൽ നൌഷാദ് നെല്ലാഞ്ചേരി മുഖ്യാതിഥിയായി. വെട്ടം പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു, വെട്ടം പഞ്ചായത്ത് മെമ്പർ ഷിജു നായർ വീട്ടിൽ, വെട്ടം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഡോക്ടർ EP അസ്കർ അലി, വെട്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് മുഹമ്മദ് ഫാസിൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ചികിത്സാരംഗത്ത് മികവ് തെളിയിച്ച നാട്ടുകാരനായ ക്യാൻസർ രോഗവിദഗ്ധൻ ഡോക്ടർ ജംഷീർ വീട്ടി, ഗസ്മ അബാക്കസ് നാഷണൽ ലെവൽ ചാമ്പ്യനായ മുഹമ്മദ് അഫ്രീദ് PK, നാഷണൽ മിക്സ് ബോക്സിംഗിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയ അശ്വിൻ T, വൈശാൽ R, അഭി BV എന്നിവർക്ക് ചടങ്ങിൽ വെച്ച് സ്നേഹാദരം നൽകി. ന്യൂസ് ബ്യൂറോ വെട്ടം. പ്രൈം ടുഡേ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.